എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴയിൽ വൻ നാശനഷ്ടം. 19 വീടുകൾ തകർന്നു. തേവക്കലിലെ വീട്ടിലേക്ക് മണ്ണിടിഞ്ഞ് വീട് തകർന്നു. വിവരങ്ങളുമായി ഇപ്പോൾ അമൽനാഥ് പാടിച്ചാൽ ചേരുന്നുണ്ട് എറണാകുളത്ത് നിന്ന്. അമൽനാഥ്, ഇപ്പോഴെങ്ങനെയുണ്ട് എറണാകുളത്തെ മഴയുടെ ഒരു രീതി? നാശനഷ്ടങ്ങൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? സിജു, നിലവിൽ ഇപ്പോൾ എറണാകുളം ജില്ലയിൽ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ കഴിഞ്ഞ 2 ദിവസമായി ശക്തമായ മഴ തന്നെയാണ് എറണാകുളം ജില്ലയിൽ ഉണ്ടായിരുന്നത്. ഈ മഴയിൽ 19 വീടുകളാണ് കഴിഞ്ഞ 2 ദിവസമായി തകർന്നിട്ടുള്ളത്. ഇപ്പോൾ ഞാനുള്ളത് എറണാകുളം ജില്ലയിലെ തേവക്കൽ എന്ന സ്ഥലത്തെ ഒരു വീട്ടിലാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായ ആ മഴയിൽ ഈ വീട്ടിൽ വലിയ ഒരു നാശനഷ്ടമാണ് ഉണ്ടായത്. ഈ വീടിന് തൊട്ട് പുറകുവശത്തെ ആ കുന്ന് ഇടിഞ്ഞു വീണ് വീടിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും നശിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് ഈ വീടിൻ്റെ ബെഡ്റൂമാണ്. അതിൻ്റെ ഒരു ഭാഗത്തേക്കാണ് ഈ മണ്ണ് ഇടിഞ്ഞു വീണിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ഏകദേശം 2 മണിക്കും 3 മണിക്കും ഇടയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഈ മണ്ണ് ഇടിഞ്ഞു വീഴുന്ന സാഹചര്യത്തിൽ ഈ ഒരു വീട്ടിൽ, അതായത് ഈ മുറിക്കകത്ത് ഇതിൻ്റെ ഗൃഹനാഥൻ ഉറങ്ങിക്കിടപ്പുണ്ടായിരുന്നു. ഇദ്ദേഹം ചില ശബ്ദം കേട്ടതിനെ തുടർന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഈ വീട്ടിലേക്ക് അല്ലെങ്കിൽ ഈ മുറിയിലേക്ക് ഇത്തരത്തിൽ മണ്ണിടിഞ്ഞു വീഴുന്നത്. ഈ മുറിയുടെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. സമാനമായി തന്നെ തൊട്ട് അപ്പുറമായി, അതായത് ഇതിന് തൊട്ട് മറുവശത്തായി ഉള്ള അടുക്കള ഭാഗവും ഇത്തരത്തിൽ പൂർണ്ണമായും നശിച്ച ഒരു സാഹചര്യം തന്നെയാണ്. അതിൻ്റെ ആ ഡോറിൻ്റെ ഭാഗത്തേക്കാണ് മണ്ണിടിഞ്ഞു വീണത്. ആ ഡോറ് പൂർണ്ണമായും തകർന്ന് മണ്ണ് ഈ അടുക്കള ഭാഗത്തിൻ്റെ അകത്തേക്ക് കയറി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കും. അത്തരത്തിൽ വലിയ ഒരു അപകടം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ ഏകദേശം ഒരു 2 മണിക്കും 3 മണിക്കും ഇടയിലാണ് ഈ സംഭവം. ഏകദേശം ഒരു 2.5 വർഷം മാത്രമേ ഈ വീട് പണിതിട്ട് ആയിട്ടുള്ളൂ. ഈ വീട്ടിൽ ഇത്തരത്തിൽ ഈ ഗൃഹനാഥനായിട്ടുള്ള ലൈജു, ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ, ഒരു കുട്ടിയുമാണുള്ളത്. ഈ സംഭവം നടക്കുമ്പോൾ ഗൃഹനാഥൻ മാത്രമാണ് ഈ വീട്ടിലുണ്ടായിരുന്നത്. അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നമുക്ക് അദ്ദേഹത്തിലേക്ക് കൂടി പോകാം. എങ്ങനെയായിരുന്നു ഈ സംഭവം? ഇന്നലെ ഉച്ചയ്ക്ക് പണിയുണ്ടായിരുന്നു. പണി കഴിഞ്ഞപ്പോൾ മഴ നനഞ്ഞ് കുളിച്ച് എന്നാൽ മുണ്ടൊക്കെ മാറി അവിടെ ഇടാമെന്ന് പറഞ്ഞ് കടന്നുപോയി. കടന്നുമ്പോൾ ഞാൻ ഒച്ച കേട്ട് പെട്ടെന്ന് ചാടി 4 സ്റ്റെപ്പ് വെക്കലും അവിടുന്ന് ഒറ്റയിടിച്ചു വന്നു. ഞാൻ ഇവിടുന്ന് ഉറങ്ങിക്കിടക്കായിരുന്നു. അപ്പോൾ ഒച്ച കേട്ടപ്പോൾ പറഞ്ഞ് എന്താ സംഭവം എന്ന് പറഞ്ഞ് നേരത്തെ എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് പറ്റുള്ളൂ. അപ്പം എൻ്റെ പേര് ചെറുതായിട്ട് പറഞ്ഞു പറഞ്ഞ് നോക്കാമെന്നും പറഞ്ഞ് അവിടുന്ന് എണീച്ചതാണ്. ഇതിനു മുന്നേ ഇത്തരത്തിൽ അപകടം ഉണ്ടായിട്ടില്ല? ഉണ്ടായില്ല. അപ്പുറത്ത് വീണുണ്ടായി. അപ്പം നമുക്ക് ഇത്ര വന്നിട്ടില്ല. പുതിയ വീടാണ്. എത്ര നാളായി? ഇപ്പോൾ 2.5 കൊല്ലമായി. ഇത്തരത്തിൽ അപകടമുണ്ടായ സാഹചര്യത്തിൽ അധികൃതരൊക്കെ ഇവിടെ എത്തിയോ? എല്ലാവരും എത്തി. പഞ്ചായത്തിൽ നിന്ന് ഇവിടുന്ന് എല്ലാവരും എത്തി എല്ലാം പറഞ്ഞു. അപ്പോൾ നാളെ എല്ലാം പറഞ്ഞു. എന്താണ്, അതായത് ഇവിടുന്ന് മാറി താമസിക്കാനുള്ള നിർദ്ദേശം പറഞ്ഞായിരുന്നു. മാറി താമസിക്കാൻ പറഞ്ഞായിരുന്നു. എവിടേക്കാണ് മാറുന്നത്? നമ്മൾ ചേർത്ത് വീട് അവിടെ ഉണ്ട്. ചേർത്ത് വീട്ടിൽ അവിടെ താമസിക്കുന്നു. സിജു, ഇത്തരത്തിലാണ്, അതായത് ഈ ഒരു അപകടം ഉണ്ടായതോടുകൂടി തന്നെ അധികൃതരൊക്കെ തന്നെ സംഭവ സ്ഥലത്തെത്തി ഇവരോട് ഇവിടെ നിന്നും മാറി താമസിക്കുവാനുള്ള ഒരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. തൊട്ട് സമീപത്തുള്ള ഇവിടെ ബന്ധു വീട്ടിലേക്കാണ് ഇവർ മാറിയിട്ടുള്ളത്. നമുക്ക് ഇപ്പോൾ ആ ഒരു മലയുടെ ആ കുന്നിൻ്റെ ആ ദൃശ്യങ്ങളിലേക്ക് കൂടി കടക്കാം. ഇവിടെ വീടിൻ്റെ തൊട്ട് പുറകിലായാണ് ഇത്തരത്തിൽ ഈ ഒരു വലിയ കുന്നുള്ളത്. ഇവിടെ നിന്നുമാണ് ഈ മണ്ണ് ഇന്നലെ ഏകദേശം വൈകുന്നേരത്തോടു കൂടി ഇടിഞ്ഞ് ഇവിടെ വീട്ടിലേക്ക് വീണിട്ടുണ്ടായിരുന്നു. തൊട്ട് സമീപത്ത് തന്നെ സമാന്തരമായ രീതിയിൽ മറ്റൊരു വീട് കൂടിയുണ്ട്. ഏകദേശം ഒരു 3 വർഷം മുന്നേ തന്നെ ആ വീട്ടിലേക്കും ഇത്തരത്തിൽ, അതായത് ഇതേപോലെ തന്നെ മണ്ണിടിഞ്ഞ് വീണിരുന്നു. എന്നാൽ ഈ ഒരു അപകടത്തിൽ ആ വീടിന് കാര്യമായ ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ആ വീട്ടിലുള്ളവരും ഇന്നലത്തോടു കൂടി തന്നെ അവരുടെ ബന്ധു വീട്ടിലേക്ക് താമസം മാറിയിട്ടുണ്ട്. അതേസമയം ഈ വീണ്ടും ഈ കുന്നിൻ്റെ മുകൾ വശത്തായിട്ടും ഏകദേശം ഒരു 3ഓളം വീടുകളുണ്ട്. അതും അപകടാവസ്ഥയിലാണ് എന്നാണ് നിലവിൽ അറിയുന്നത്. അവർക്കും നിലവിൽ ഇപ്പോൾ ഇത്തരത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ മറ്റ് വീടുകളിലേക്ക് താമസം മാറണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഇന്നലെ ഉണ്ടായ ഈ ഒരു അപകടം വളരെ ദാരുണപരമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇന്നലെ ഈ അപകടം ഉണ്ടായ സാഹചര്യത്തിൽ തന്നെ ഇവരെ ഇവിടെ നിന്നും ബന്ധുവീട്ടിലേക്ക് മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ ഏകദേശം ദിവസങ്ങളിലായി മുകളിലുള്ള 3 വീടുണ്ടെന്ന് പറഞ്ഞല്ലോ, അവിടെയുള്ളവരെ മാറ്റി പാർപ്പിച്ചോ? ഇപ്പോൾ അമൽനാഥ്, ഈ കുന്നിന് മുകളിലുള്ള 3 വീട്ടുകാരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ടോ നിലവിൽ?
സിജു, ഈ കുന്നിന് മുകളിലുള്ള 3 വീട്ടിലും അവരോട് മാറി താമസിക്കാനുള്ള നിർദ്ദേശമാണ് നിലവിൽ അധികൃതർ നൽകിയിട്ടുള്ളത്. അതും അതീവ ഗുരുതരമായ രീതിയിൽ അല്ലെങ്കിൽ അപകടാവസ്ഥയിൽ തന്നെയാണ് എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും ഒരു അപകടം ആ വീടുകളിലും ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉടൻ തന്നെ അവിടുന്ന് മാറണം എന്ന രീതിയിൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. അവർ മാറുവാനുള്ള ആ ഒരു ശരി അമൽനാഥ്, ഏതായാലും എറണാകുളം ജില്ലയിൽ മഴ ഇപ്പോൾ ഒഴിഞ്ഞു നിൽക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് അമൽനാഥ് പാടിച്ചാൽ നൽകിയത്.